നാടിന് നടക്കുന്ന വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. സ്വന്തം മാതാവിനെയും സഹോദരങ്ങളെയും ബന്ധുവിനെയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി. അജ്മൽ എന്ന 22-കാരനാണ് ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ. തൃശൂർ കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ അജ്മലിന്റെ പിതാവ് ശ്രീ സലീം തന്റെ മക്കളുടെ കുഴിമാടത്തിനരികിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. സാർ ഒരു മിനിറ്റ് സാർ, ഇപ്പോൾ വരാം. മക്കളെ, ഇക്കാന്റെ കുട്ടി എണീക്കടാ. എന്റെ മക്കള് ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിന്റെയൊക്കെ ഉമ്മാനെയും മക്കളെയും ഭാര്യനെയും കുട്ടികളെയും ആരെങ്കിലും വെട്ടിക്കൊലപ്പെടുത്തിയിടുമ്പോഴേ അതിന്റെയൊക്കെ വിഷമം നിനക്ക് മനസ്സിലാവുള്ളൂ. ശവന്തീരികള് പത്രപ്രവർത്തകർക്ക് കുറച്ച് മാന്യതവാ, മനസ്സിലായോ? വളരെ സാറേ, കുറച്ച് മൂക്കുപൊടിയെങ്കിലും തായോ സാറേ. അജ്മൽ, അജ്മൽ സാറോട് ചെയ്യക്കല്ലോ. നീ പറഞ്ഞപ്പോ ആദ്യം ഞങ്ങൾ കരുതിയതേ തമാശയാന്നാ. പക്ഷേ എന്താ സംഭവിച്ചെന്ന് തുറന്നു പറയടാ. എല്ലാവരുടെ ബോഡിയും കിട്ടിയിട്ടുണ്ട്. നിന്റെ ഉമ്മ, അനിയൻ, അനിയത്തി, എളാപ്പ. എങ്ങനെ കഴിഞ്ഞടാ നിനക്കത്? ആ വെളിച്ചം, നീല വെളിച്ചം, അതെന്നോട് പറഞ്ഞു. നീലയോ? എന്ത് നീല? എന്നോട് വിളിച്ചു പറഞ്ഞു, പൈസ പൈസ പൈസ. അപ്പോ സാമ്പത്തിക ബാധ്യതയാണെന്നാണ് നീ പറഞ്ഞു വരുന്നത്? ആ തള്ളയോട് ഞാൻ പറഞ്ഞതാ, ഒരുമിച്ച് വിഷം കുടിച്ചാവാ. സമ്മതിച്ചില്ല. ഹലോ, കാക്ക, ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കാശ് റെഡിയാക്കി തരാം. പ്ലീസ് ശരിയാക്കി തരാം. ശരി. എന്താടാ അവിടെ പരിപാടി? ഞങ്ങള് റീൽസ് കാണാ. അനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എടാ, എനിക്ക് ഇഷ്ടം ബിരിയാണി അല്ലേ? അല്ല, കാക്കറിയാൻ ഇഷ്ട ഭക്ഷണം കൂടി അറിയാം. ഈ പോയിട്ട് മേടിച്ചിട്ട് വാ, ഞാൻ വിളിച്ച ഓർഡർ ചെയ്യാം. കാക്ക സീരിയസ്ലി? എന്റെ കാക്ക പോയില്ലേ? മോളെ, ആ ഫാൻ ഒന്നിട്ട്. കാക്ക കുഴിമന്തി പറഞ്ഞിട്ടില്ലേ? ഇങ്ങെടുക്ക്. ഓർഡർ ചെയ്തല്ലേ? ഇപ്പൊ എടുത്തരാട്ടോ. ഇപ്പൊ ശരിയായി തരാം.
കാക്ക, കാക്ക, കാക്ക. നിന്റെ എളാപ്പ എന്ത് ചെയ്യടാ ആ പാവം മനുഷ്യൻ ഇല്ലാതാക്കാൻ? ആ നാറിയാണ് സാറേ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയേ. തത്ത കാക്ക വിളിക്കുമ്പോ കായിന്റെ കാര്യം പറഞ്ഞ് ശരിയായി തരീ. എത്ര സ്റ്റെപ്പ് ഞാൻ പറയാ. ഞാൻ എന്താ ചെയ്യാ? നിങ്ങൾ കാരണമല്ലല്ലേ, നിങ്ങൾ എന്നെ ഒന്നാണ്ട് വിളിച്ചു നോക്കിക്കളി. കായ് തന്നെ ഞാൻ കുടുങ്ങിയില്ലേ, കുറെ തിടുക്കണ്ട് എനിക്ക്. ഇവിടുത്തെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഞാനും കുട്ടികളും കൂടി എങ്ങനെ കഴിയണെന്ന് അറിയില്ലേ? ഞാൻ ഒരാളെ കൊണ്ട് ഇതൊക്കെ പാടെ എങ്ങനെ ചെയ്യാ? ആ അജ്മല അതെ വരണു. ബാക്കി നീ ഓനോടും കൂടി ഒന്ന് പറഞ്ഞാളി. അജ്മലേ, ഇജൊന്ന് അവിടെ നിന്നാ. എളാപ്പ അവിടെ ഇരിക്കണത് കണ്ടില്ലേ? എത്ര നേരായി എളാപ്പ വന്നിട്ട്? എന്നെന്തിനാ കാണണേ? ഇവിടെ ഒന്ന് ഇരിക്ക്. എന്തേ? ഇരിക്കടാ. ഏതടാ പെണ്ണ്? ഏത് ഏത് പെണ്ണ്? ഇന്നലെ മോന്തിയടത്തന്റെ ബൈക്കിന്റെ മൂട്ടിലെ അന്നെ കെട്ടിപ്പിടിച്ച് പോയില്ലേ, ഓളെ ഏതാന്നാ ചോദിച്ചേ. അത് എളാപ്പാ. പറയടാ. വേണ്ട, ഈ പറഞ്ഞ് ചാറാക്കണ്ട. 50 ലക്ഷം റുപ്യാണ് ഈ എന്റെ ബാപ്പി കൂടി കടം വാങ്ങിച്ചത്. ആദ്യം അത് തരാൻ നോക്ക്, എന്നിട്ട് മറ്റേ എന്റെ പഞ്ചാര ഉളുപ്പുണ്ടാ എനിക്ക്. ഓനാ പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുക മുജീബാക്ക. കെട്ട് ആര് ഇവരാ? എന്നിട്ട് ആര് തിന്നാൻ കൊടുക്കും നോക്ക്? അതിനും ഞാൻ തന്നെ വേണ്ടേ കെട്ടാൻ നടക്കണു വർത്താൻ. ആദ്യങ്ങളെ എന്നോട് കടം വാങ്ങി 50 ലക്ഷം എനിക്ക് തരാൻ നോക്കി, എന്നിട്ടാവാ കെട്ടലും അഴിക്കലൊക്കെ കേട്ടാൻ നടക്കണു വർത്താൻ. അജ്മലേ, എന്നടാ ചായ? അല്ലടാ, എന്താ നമ്മൾ കാട്ടുക? എളാപ്പാന്റെ പൈസ കൊടുക്കണ്ടേ? ഓല് കൊറേ ആയി ചോദിക്കണേ. അതിനൊന്നുമില്ലേ മനുഷ്യ, അല്ലെങ്കിലേ കടം കൊണ്ട് മുടിഞ്ഞിരിക്കുക. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു ബൈക്കും കാറും ഒരു പെണ്ണും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇജ്ജ പെണ്ണിന്റെ മാല വാങ്ങില്ലടാ പണയം വെക്കാന്. തള്ളേ ചലക്കാതെ പോയിക്കവിടുന്ന്. എന്താ ചലിച്ചാല് ഇജ്ജ എന്താ എന്നെ കാട്ടുക? ഉമ്മ, ഈ വീട്ടിലല്ലേ കടം കള്ളിയൊക്കെ ഉള്ളൂ. ഉമ്മക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാലോ? എങ്ങണ്ട് നാട് വിടാനോ? എന്റെ കുട്ടി ഒറ്റയ്ക്കാണ്ട് പോയി ഇന്ന എളാപ്പാ. എന്താടാ ഈ ഒറ്റയ്ക്കേ ഉള്ളൂ? മറ്റോളില്ലേ? എന്തേ ഞാൻ ഒറ്റയ്ക്ക് വന്ന പോരെ? ഇതെനിക്ക് തരാൻ വന്നതാ കടത്തിലേക്ക്. അപ്പണക്ക് വാശിയൊക്കെ ഉണ്ട് അല്ലേ? വാ ഇരിക്കി. കുടിക്കാൻ വെള്ളം വേണ്ട? ആ, ഒരു ഗ്ലാസ് വെള്ളം ആയിക്കോട്ടെ. നീ ഇരിക്കടാ. ആ, ഇരിക്കാം. അനക്ക് പൈസ വേണ്ടടാ. ഇവിടെ അല്ലേ? ആ, ഇവിടെ ഉമ്മ കെടുക്കായിരുന്നു. ഉമ്മയോ? എവിടെയായിരുന്നു കിടന്നിരുന്നത്? അവിടെ ആ സൈഡില് അപ്പുറത്ത്. ആ, അപ്പൊ അവിടെ ഷാള് കിടന്നിരുന്നു. എന്നിട്ട് അത് കഴുത്തിൽ മുറുക്കിയിട്ട് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തി. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ? ആരുമില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഉമ്മ മാത്രം. ഓക്കെ അല്ലേ സാറേ?
ഇവിടെ നീ ആരാടാ കൊന്ന്? ഇവിടെ അനിയനും അനിയത്തി ഉണ്ടായിരുന്നു. ആ. ചുറ്റി വെച്ചടിച്ച്. ചുറ്റിക്കൊണ്ട് അടിച്ചു. അവൻ എത്ര പ്രായമുണ്ടെന്ന് അറിയണോ നിനക്ക്? ഇങ്ങോട്ട് മാറിക്കടാ. ആ അനിയൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്ന അറിയോ നിനക്ക്? എന്തിനാടോ? പറ്റിപ്പോയി. ഓക്കെ അല്ലേ സാറേ? നടക്ക. അന്ന് ചോദിച്ചപ്പോൾ താങ്കൾ വയലന്റായി. എന്തായിരിക്കും അജ്മലിനെ ഇതിന് പ്രേരിപ്പിച്ചത്? സാമ്പത്തിക ബാധ്യതയാണെന്നല്ലേ അവൻ പറഞ്ഞത്. പടച്ചോനറിയാം. അപ്പോൾ താങ്കൾ അതിൽ വിശ്വസിക്കുന്നില്ല? നല്ലൊരു മോനായിരുന്നു, അവനിങ്ങനെ ആയല്ലോ. ഇപ്പോൾ തൃശൂർ കൂട്ടക്കൊലക്കേസ് പ്രതി അജ്മലിനെ തെളിവെടുപ്പിനായി പോലീസ് വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. വളരെ രഹസ്യമായാണ് പോലീസ് നടപടികൾ. വീട്ടിൽ പിതാവ് സലീമും സഹോദരൻ ലത്തീഫും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതാ പോലീസ് അജ്മലിനെയും കൊണ്ട് പുറത്തേക്ക് വരുന്നു. ക്യാമറ. സാർ ഒരു മിനിറ്റ് സാർ. മാറ്റ്. മാറിക്ക്. സാർ ഞാൻ എൻ്റെ മോനോട് ഇല്ലില്ല. സംസാരിച്ചോട്ടെ സാർ. സാറേ പ്ലീസ് സാർ ഇല്ലല്ല അത് ഞാനൊന്ന് സംസാരിക്കട്ടെ സാറ്. പ്ലീസ് പ്ലീസ് സാർ. മോനെ എന്താ ഈ കാണിക്കുന്നത്? സാറേ ഇവ സാറേ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ തീർക്കാൻ അറിയും. ഇതുപോലുള്ള പഴച്ചൊന്നും വേണ്ട സാറേ, വേണ്ട. സർ, കേരളത്തിലെ ഭൂരിഭാഗം യുവാക്കളും ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നു. സാറിന്റെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ 12 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ് കൂടുതലും ഈ മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്. അതായത് ഇവരെ ട്രാപ്പിലാക്കാൻ ഒരു വലിയൊരു ആളുകൾ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെന്താന്ന് വെച്ചാൽ മാതാപിതാക്കൾ വളരെ കോൺഷ്യസ് ആവുക. കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരുടെ ബാഗുകൾ പരിശോധിക്കുക. എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള സാധനങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ സഹായം 100% ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതല്ലെങ്കിൽ കേരളത്തിൽ ഇതുപോലെ ഒരുപാട് അജ്മൽമാരുണ്ടാവും.